സോ 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു ടേബിൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പറയുന്നതിന് ശേഷം ഇന്ന് നമ്മൾ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഇൻഡിസസ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അളക്കാൻ ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ചില ടൂൾസ്, ചില മെഷറിംഗ് ടൂൾസിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഡെവലപ്മെന്റ് ഇൻഡിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, ഓരോ ഇൻഡെക്സുകളാണ്, ഡെവലപ്മെന്റ് ഇൻഡെക്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൺട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ്. ചെറിയ ക്ലാസ്സിലെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. രാജ്യങ്ങളെ നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെ എന്താക്കി തിരിക്കാം, ഡെവലപ്ഡ് നേഷൻസ് എന്നും ഡെവലപ്പിംഗ് നേഷൻസ് എന്നും, കൂട്ടത്തിൽ ഒന്നുകൂടി ഉണ്ട് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ്, അവികസിത രാജ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് രാജ്യങ്ങളെ രണ്ടോ മൂന്നോ ആക്കി തിരിക്കാം. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ? ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം എന്താണ്? ആൻഡ് ഹൗ ക്യാൻ വി ഐഡന്റിഫൈ വെദർ എ കൺട്രി ഹാസ് ഡെവലപ്ഡ്? ഒരു രാജ്യം ഡെവലപ്ഡ് ആണോ അല്ലേ എന്ന് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്? There are certain recognized indices used to measure and assess economic development. Okay, അപ്പൊ അതിനുള്ള വഴികളാണ് പറയുന്നത്. There are certain recognized indices or indexes used to measure and assess economic development. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം മെഷർ ചെയ്യാന്, അത് നമുക്ക് അസസ് ചെയ്യാന് എന്തുണ്ട്? ചില റെക്കഗ്നൈസ്ഡ് ഇൻഡിസസ്, ചില റെക്കഗ്നൈസ്ഡ് മെഷറിംഗ് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ വികസനം അളക്കാൻ ചില അളവുകോലുകൾ ഉണ്ട്. Some of the important development indices can be identified from the chart given below. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട റെക്കഗ്നൈസ്ഡ് ഡെവലപ്മെന്റ് ഇൻഡിസസ് ആണ്, ഡെവലപ്മെന്റ് ഇൻഡെക്സസ് ആണ്, അല്ലെങ്കിൽ മെഷറിംഗ് ടൂൾസ് ഫോർ ഡെവലപ്മെന്റ്. ഒരു രാജ്യത്തിന്റെ വികസനം, ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള ചില മെഷറിംഗ് ടൂൾസ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇൻഡിസസ് ആണ്. ഇവിടെ നിങ്ങൾ കാണുന്ന പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇത് നാലും എന്താണ്? ഇത് നാലും ഡെവലപ്മെന്റ് ഇൻഡിസസ്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം അളക്കാനുള്ള, മെഷർ ചെയ്യാനുള്ള, അസസ് ചെയ്യാനുള്ള അളവുകോലുകളാണ്, മെഷറിംഗ് ടൂൾസ് ആണ് ഈ പറയുന്ന നാലെണ്ണവും. പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻഡെക്സ് വെച്ചുകൊണ്ട് ഒരു രാജ്യം ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ 4 ടൂൾസിനെയും നമ്മൾ ചെറുതായിട്ട് ഇവിടെ പരിചയപ്പെടുകയാണ്. ഏറ്റവും ആദ്യം പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ പ്രതിശീർഷ വരുമാനം എന്നാ ചെറിയ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം. അതൊന്നുകൂടി നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഒരു ഡെവലപ്മെന്റ് ഇൻഡിസസ് അല്ലെ, ഡെവലപ്മെന്റ് ഇൻഡിസസിലെ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്, ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, വികസനം, ഒരു രാജ്യത്തിന്റെ വികസനം അളക്കാനുള്ള ഒരു അളവുകോലാണ്, ഒരു മെഷറിംഗ് ടൂൾ ആണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. Among development indices, per capita income was considered the simplest and was popularly used in the past. ഈ 4 ഡെവലപ്മെന്റ് ഇൻഡിസസിൽ, ഈ 4 സൂചികകളില്, മെഷറിംഗ് ടൂൾസിലെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ടൂൾ ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള, അതേപോലെ തന്നെ യൂസ്ഡ് ഇൻ ദി പാസ്റ്റ്, ആദ്യകാലങ്ങളിലൊക്കെ, അതായത് ഈ പിന്നീട് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പേ നിലവിലുണ്ടായിരുന്ന ഒരു മെഷറിംഗ് ടൂൾ ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരമ്പരാഗത സൂചികയാണ്, വളരെ ജനകീയമായിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു സൂചികയാണ് പെർ ക്യാപിറ്റ ഇൻകം. This is a conventional index of development. അതായത് ഒരു പരമ്പരാഗത വികസന സൂചികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു വികസന സൂചികയാണ് ഇത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. നമ്മൾ നേരത്തെ പഠിച്ച, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കൺസെപ്റ്റാണ്. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്നൊക്കെ പറയാം. ഇതെങ്ങനെയാണ് നമ്മൾ കണക്കൂട്ടുന്നത്? കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി നാഷണൽ ഇൻകം ബൈ ദി പോപ്പുലേഷൻ. ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തെ ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം.
ഓക്കെ, ഒരു രാജ്യത്തിന്റെ ആനുവൽ ഇൻകം എത്രയാണോ അത് കണ്ടെത്താനുള്ള പിന്നെ വഴികളും GNP, GDP, NNP ഇതൊക്കെ നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ GDP, GNP, NNP ഒക്കെ എന്താ, ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ആണ്. ആ നാഷണൽ ഇൻകത്തെ, ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം കൊണ്ട്, പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും എത്ര വരുമാനം എന്നുള്ള കണക്ക്. അത് കണക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ എല്ലാവരുടെ കയ്യിലും ആ വരുമാനം കിട്ടുന്നുണ്ടോ? ഇല്ല. വരുമാനം കൂടിയവരുണ്ടാവും, കുറഞ്ഞവരുണ്ടാവും. അത് നമുക്ക് പിന്നീട് പറയാം. ആസ് പെർ ദിസ് ഇൻഡെക്സ് അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് പ്രകാരം two aspects must be analyzed in order to find out whether a nation has achieved economic development. ഒരു രാജ്യം സാമ്പത്തിക വികസനം കൈവരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പരിശോധിക്കണം. Two aspects must be analyzed. ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം. ആ രാജ്യത്തെ നാഷണൽ ഇൻകത്തിന്റെ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ്. അതേപോലെ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, ആ രാജ്യത്തെ പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പരിശോധിക്കണം. ഒരു രാജ്യത്തിന് സാമ്പത്തിക വികസനം ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. എന്തൊക്കെയാണ്? ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്. അതേപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? ഒരു രാജ്യം ഇക്കണോമിക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന രണ്ട് മേജർ ഏരിയ ഈ പറയുന്നതാണ് ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം, ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ. ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ് ഓൺലി വെൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് മോർ ദാൻ ദി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അതായത് ഈ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം, അത് എപ്പോഴേ ഇൻക്രീസ് ചെയ്യുള്ളൂ? പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ് ഓൺലി വെൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് മോർ ദാൻ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ. ഒരു രാജ്യത്തെ നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് ആ രാജ്യത്തെ പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, ശ്രദ്ധിക്കണം, ഒരു രാജ്യത്തെ ജനസംഖ്യ കൂടുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ ഇൻകം, നാഷണൽ ഇൻകം കൂടുന്നുണ്ട്. ആ നാഷണൽ ഇൻകം കൂടുന്നത് ജനസംഖ്യ കൂടുന്നതിനേക്കാളും കൂടിയ അളവിലാണെങ്കിൽ, ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാളും കൂടുതലാണ് നാഷണൽ ഇൻകത്തിന്റെ വളർച്ചാ നിരക്ക് എങ്കിൽ അവിടെ എന്ത് കൂടും? പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പറയുന്നത് മനസ്സിലാക്കുക. പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസസ്. പെർ ക്യാപിറ്റ ഇൻകം എപ്പോഴാണ് കൂടുക? ഓൺലി വെൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഈസ് മോർ ദാൻ ദി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് രണ്ടും കൂടുന്നുണ്ട്, പക്ഷെ ആ ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുമല്ലോ, ആ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതൽ നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൂടും? പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം കൂടാന്ന് പറയുന്നത് എന്തിന്റെ അടയാളമാണ്? ആ രാജ്യം വികസനത്തിലേക്ക് നീങ്ങുന്നു എന്നതിനുള്ള അടയാളമാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് ഡെവലപ്മെന്റ്, അതൊരു വികസന സൂചികയാണ്. ഓക്കെ, അപ്പൊ ഒരു രാജ്യത്തിന് വികസനം ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ടൂളാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആ പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പരിശോധിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഒന്ന്, ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ്, മറ്റൊന്ന് ആ രാജ്യത്തെ പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അപ്പൊ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലാണ് നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് എങ്കിൽ അതിനർത്ഥം അവിടെ എന്ത് കൂടും? പെർ ക്യാപിറ്റ ഇൻകം കൂടും. പെർ ക്യാപിറ്റ ഇൻകം കൂടുമ്പോൾ അതിനർത്ഥം അവിടെ ഡെവലപ്മെന്റ് ഉണ്ട്, വികസനം ഉണ്ട്. ഓക്കെ, per capita income helps in assessing the economic growth of a country as compared to the previous year. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ചില പോസിറ്റീവ്സ് പറയാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇതൊക്കെ, പക്ഷെ എങ്കിലും ഇവിടെ വീണ്ടും പറയുന്നു. അതായത് പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്സ് in assessing the economic growth of a country as compared to the previous year. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്രത്തോളം കൂടി കുറഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പെർ ക്യാപിറ്റ ഇൻകം നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂടിയോ കുറഞ്ഞോ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര മാറ്റം ഉണ്ടായി എന്നൊക്കെ അറിയാൻ പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്ഫുൾ ആണ്.
and it is also useful in comparing the economic growth of different countries. അതേപോലെ തന്നെ എന്തിലും യൂസ്ഫുൾ ആണ് ടു കമ്പയർ ദി ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് our country with other nations. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തും മറ്റു രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്തും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാനും ഈ പെർ ക്യാപിറ്റ ഇൻകം യൂസ്ഫുൾ ആണ്. പെർ ക്യാപിറ്റ ഇൻകം ആസ് എ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഹാസ് സർട്ടൻ ലിമിറ്റേഷൻസ്. അതേ സമയത്ത് ഒരു വികസന സൂചിക എന്ന നിലക്ക്, ഒരു രാജ്യത്തിന്റെ വികസനം മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ, മെഷറിംഗ് ടൂൾ എന്ന നിലക്ക് അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പോസിറ്റീവ്സിന്റെ കൂടെ തന്നെ എന്തുകൊണ്ട് ചില പോരായ്മകളുണ്ട്, ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ലിമിറ്റേഷൻസ്. 4 വലിയ പോയിന്റ്സ് ആണ്, പക്ഷേ ഇതെല്ലാം പഠിക്കേണ്ട കാര്യമില്ല, ചെറിയ പോയിന്റ്സ് ആക്കി ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ്, പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ആവറേജ് ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്താണ്? അതൊരു ശരാശരി വരുമാനമാണ്, അല്ലെ? അതൊരു ശരാശരി വരുമാനമാണ്, ആവറേജ് ഇൻകം ആണ്. ഓരോ വ്യക്തിക്കും, ഒരു രാജ്യത്തെ ഓരോ വ്യക്തിക്കും പിന്നെ ഈക്വൽ സാലറി അല്ല, നമുക്കറിയാം. എല്ലാവർക്കും ഒരേ ശമ്പളമാണോ ഉണ്ടാവുക? അല്ല, ഒരിക്കലും അല്ല. ഓരോ ജോലിക്ക് അനുസരിച്ച്, ഓരോ ബിസിനസ്സിനനുസരിച്ച് എന്തുണ്ടാവും? ആ ശമ്പളത്തിൽ, കിട്ടുന്ന വരുമാനത്തിൽ മാറ്റം ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഓക്കെ, എത്രയോ കോടികൾ ആസ്തിയുള്ള ആളുകൾ, കോടികൾ വരുമാനമുള്ളവരുണ്ട്. 100 രൂപ പോലും ദിവസം കിട്ടാത്ത ആളുകളുമുണ്ട്. പക്ഷെ ആവറേജ് ഇൻകം എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ നോക്കൂല. ആ രാജ്യത്തെ മൊത്തം ഇൻകത്തെ, രാജ്യത്തിന്റെ മൊത്തം ഇൻകത്തെ രാജ്യത്തിലെ മൊത്തം ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് എത്ര രൂപ എന്നുള്ള ഒരു ആവറേജ് കണക്ക് കിട്ടും. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എന്താ? ഒരു ആവറേജ് ഇൻകം മാത്രമാണ്, നമ്മളെ കയ്യിലുള്ള പണമായിരിക്കില്ല. അതൊരു ആവറേജ് ഇൻകം മാത്രമാണ്. ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50-ൽ 50 മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടാവും, 45 മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടാവും, അതേപോലെ 0 മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടാവും, 10 മാർക്ക്, 25 മാർക്ക്, ഇങ്ങനെ പല മാർക്ക് വാങ്ങിയ കുട്ടികളുണ്ടാവും. ആ ക്ലാസ്സിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഓരോ കുട്ടിയുടെയും മാർക്ക് നമ്മൾ കൂട്ടിയിട്ട്, ആ ക്ലാസ്സിൽ 50 കുട്ടികളാണല്ലോ ഉള്ളത്. അപ്പൊ ഓരോ കുട്ടിയുടെ ഒരു കുട്ടിക്ക് 5 മാർക്ക്, ഒരു കുട്ടിക്ക് 10 മാർക്ക്, ഒരു കുട്ടിക്ക് 50 മാർക്ക്, ഒരാൾക്ക് 45 മാർക്ക്, ഇങ്ങനെ കിട്ടിയ എല്ലാ മാർക്കുകളെയും നമ്മൾ ആഡ് ചെയ്ത് കൂട്ടിയിട്ട് ആ ഒരു എമൗണ്ടിന്, ആ ഒരു സംഖ്യയെ ആ ക്ലാസ്സിന്റെ എണ്ണമായ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിന്റെ ആവറേജ് മാർക്ക് നമുക്ക് കിട്ടി. അതിനർത്ഥം ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ആ ആവറേജ് മാർക്ക് ഇപ്പൊ 35 ആണെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും 35 മാർക്കാണ് എന്നാണ് അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല, അത് ആവറേജ് മാത്രമാണ്. കാരണം അവിടെ ചില കുട്ടികൾക്ക് എന്തുണ്ട്? 50 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്, 1 മാർക്കും കിട്ടാത്ത കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ ആവറേജ് നോക്കുമ്പോൾ എന്തായി? ക്ലാസ്സിന്റെ ആവറേജ് 35 മാർക്ക് എന്ന് നമ്മൾ പറയാം. അപ്പൊ ആ രൂപത്തിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ ആവറേജ് ഇൻകം, അതൊരു ശരാശരി വരുമാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് സെന്റൻസ് കൂടി നോക്കാം. സോ ദിസ് ഈസ് മിയർലി എ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. ഈ 2 സെന്റൻസ് ഓർത്ത് വെക്കുക. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ആവറേജ് ഇൻകം, അതൊരു ശരാശരി വരുമാനം മാത്രമാണ്. ആൻഡ് ഇറ്റ് ഈസ് മിയർലി എ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, അതായത് അത് സംഖ്യാപരമായിട്ടുള്ള കണക്ക് കൂട്ടൽ മാത്രം, യഥാർത്ഥത്തിൽ ആളുകളുടെ വരുമാനമല്ല അത്. ഇനി ഇടയിലുള്ള കാര്യം കൂടി നോക്കാം. ഒരു എക്സാമ്പിൾ പറയുന്നു, ഇതൊരു ആവറേജ് ഇൻകം ആണ്. ഫോർ എക്സാമ്പിൾ, അസ്യൂം ദാറ്റ് ദി പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ഈസ് 40,000 rupees. 40,000, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം 40,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ശരാശരി വരുമാനം 40,000 രൂപയാണെന്ന് വിചാരിക്കുക. This does not mean that each individual of the country receives an income of rupees 40,000. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും 40,000 രൂപ ശമ്പളം ഉണ്ട് എന്നാണോ? അല്ല. It includes the population earning crores of rupees as well as those with very low income. കോടികൾ വരുമാനമുള്ള ആളുകളുണ്ട്, അല്ലെ? അതേപോലെ 40,000 പോയിട്ട് 10,000 പോലും കിട്ടാത്ത, 5,000 പോലും കിട്ടാത്ത, 1,000 പോലും കിട്ടാത്ത ആളുകളും നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട്. ദാരിദ്ര്യത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പൊ ഇതെന്താ? ഇത് മിയർലി എ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. ഓക്കെ, ഇനി സോ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ആൻ ആവറേജ് ഇൻകം. സോ ദിസ് ഇസ് മിയർലി എ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. എക്സാമ്പിൾ നമ്മുടെ ലാംഗ്വേജിൽ പറയാം, 40,000ന്റെ കാര്യമോ 50,000ന്റെ കാര്യമോ എത്ര വെച്ചാൽ പറയാം. Then മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു, while calculating economic development on the basis of per capita income, it cannot be claimed that improvement in the quality of living has been attained if the rich-poor disparity persists. അതായത് പിന്നെ ഈ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ it cannot be claimed that improvement in the quality of living has been attained if the rich-poor disparity persists. അതായത് rich-poor disparity, ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ തമ്മിൽ ഉള്ള ഒരു അന്തരം, ഓക്കെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ദരിദ്രരും സമ്പന്നരും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ,
ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂല. ഓക്കെ, ക്വാളിറ്റി ഓഫ് ലിവിങ്, അതായത് ജീവിത ഗുണമേന്മ, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കൂടി, ക്വാളിറ്റി ഓഫ് ലിവിങ് കൂടി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂല. എങ്ങനെയാണെങ്കിൽ ഇഫ് ദി റിച്ച് പുവർ ഡിസ്പാരിറ്റി പെർസിസ്റ്റ്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും എന്തുണ്ടെങ്കിൽ, അതായത് ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള ഒരു അന്തരം വല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ സമ്പന്ന വർഗം ഒരു ഭാഗത്ത്, അതുപോലെ ദരിദ്രവർഗം മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ ആ ഒരു സാമ്പത്തിക രംഗത്ത് ഒരു ഇനീക്വാളിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അവകാശപ്പെടാൻ പറ്റൂല? സമൂഹത്തിൽ ജീവിതത്തിന്റെ കാര്യത്തിൽ, ലൈഫിന്റെ കാര്യത്തിൽ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്തു, ജീവിത ഗുണമേന്മ നമ്മൾ കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഇൻകം കൂടിയിട്ടുണ്ടാവാം, പെർ ക്യാപിറ്റ ഇൻകം കൂടിയിട്ടുണ്ടാവാം, പക്ഷേ സമൂഹത്തിൽ റിച്ച് പുവർ ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഒരു വ്യത്യാസം വല്ലാതെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ പെർ ക്യാപിറ്റ ഇൻകത്തിൽ എന്ത് നോക്കുന്നില്ല? ക്വാളിറ്റി ഓഫ് ലിവിങ് നോക്കുന്നില്ല. അതൊരു ലിമിറ്റേഷനാണ്. അവിടെ ഇക്കണോമിക് ഗ്രോത്ത് മാത്രം, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വളർച്ച മാത്രം നോക്കുന്നുള്ളൂ. ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതുപോലെ ഇക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനൊന്നും എവിടെ പ്രാധാന്യമില്ല. ഈ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഈ ഒരു വികസന സൂചികയിൽ പ്രാധാന്യമില്ല. ഓക്കെ, per capita income as a development index ignores factors like education, availability of nutritious food and healthcare facilities that improve the quality of living. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്, ജീവിത ഗുണമേന്മ, ജീവിത നിലവാരം വളർത്താൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷൻ, അതേപോലെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, നല്ല പോഷകാഹാര ലഭ്യത, അതേപോലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ. ഇതൊക്കെ തീർച്ചയായിട്ടും ഏതൊരു സമൂഹത്തിലെയും ജനങ്ങളുടെ ജീവിത നിലവാരം വളർത്തുന്ന ഘടകങ്ങളാണ്. പക്ഷെ പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ നമ്മളൊരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫാക്ടേഴ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഓക്കെ, സോ പെർ ക്യാപിറ്റ ഇൻകം ഇഗ്നോർസ് ഫാക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ്, ഒഴിവാക്കിക്കൊണ്ടാണ് പെർ ക്യാപിറ്റ ഇൻകത്തിലൂടെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണ്. ദെൻ fourth one, concerned only with economic growth, per capita income as a development index does not take into account social welfare and the equitable distribution of income. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ, പെർ ക്യാപിറ്റ ഇൻകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ ക്ഷേമത്തിന് അവിടെ പ്രാധാന്യമില്ല. ആൻഡ് ദി ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് സമ്പത്തിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ, പണത്തിന്റെ തുല്യമായ വിതരണം, അഥവാ എല്ലാവരിലേക്കും പണം ഒരേപോലെ എത്തണം എന്നുള്ള കൺസെപ്റ്റോ, അതായത് ഇക്കണോമിക് ഇക്വാളിറ്റി എന്ന് പറയാം, സാമ്പത്തിക സമത്വം. ആ ഒരു ഇക്കണോമിക് ഇക്വാളിറ്റിക്കോ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിനോ, സോഷ്യൽ വെൽഫെയറിനോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും ഇവിടെ കൊടുക്കുന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ആ ഒരു വികസന സൂചിക കൊടുക്കുന്നില്ല. ആകെ ഇക്കണോമിക് ഗ്രോത്ത്, ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു, ആ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം, സംഖ്യാപരമായിട്ടുള്ള ആ കണക്കുകൾക്ക് മാത്രമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അതൊരു ആവറേജ് ഇൻകം ആണ്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ മാത്രമാണ്. It cannot be claimed that improvement in the quality of living has been attained if the rich-poor disparity persists. സമൂഹത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ ജീവിതത്തിന്റെ ഗുണമേന്മ കൈവരിച്ചു, ക്വാളിറ്റി ഓഫ് ലിവിങ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ പെർ ക്യാപിറ്റ ഇൻകം, എഡ്യൂക്കേഷൻ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഹെൽത്ത് കെയർ തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നു, അതൊന്നും പരിഗണിക്കുന്നില്ല. അതേപോലെ തന്നെ ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സോഷ്യൽ വെൽഫെയർ ആൻഡ് ദി ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓർ ഇക്കണോമിക് ഇക്വാളിറ്റി, സാമ്പത്തിക സമത്വത്തിന്, പണത്തിന്റെ തുല്യമായ വിതരണത്തിന്, സാമൂഹ്യ ക്ഷേമത്തിനൊന്നും ഒരു പ്രാധാന്യവും ആര് കൊടുക്കുന്നില്ല, ഒരു ഇമ്പോർട്ടൻസും ആര് കൊടുക്കുന്നില്ല, പെർ ക്യാപിറ്റ ഇൻകം കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒന്നാമത്തെ ആ ഒരു ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ദ സെക്കൻഡ് വൺ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, PQLI.
Physical Quality of Life Index, PQLI. Physical Quality of Life Index came into use in 1979 when an index more scientific than the per capita income was found necessary. പെർ ക്യാപിറ്റ ഇൻകത്തിന് നമ്മൾ കുറേ ലിമിറ്റേഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ഒക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു പുതിയ മെഷറിംഗ് ടൂള് ആവശ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഒരു വികസന സൂചികയാണ് PQLI, Physical Quality of Life Index. ഓക്കെ, ഈ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഒരു പരിധി വരെ മറികടക്കാൻ പറ്റുന്ന ഒരു മെഷറിംഗ് ടൂളാണ്, ഡെവലപ്മെന്റ് അസസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് PQLI. 1979 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. Instead of using per capita income as a single criteria for development, the Physical Quality of Life Index takes into consideration the following 3 factors. അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറിന്റെ ബേസിൽ, ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം കൂടിയെങ്കിൽ രാജ്യത്തിന് വികസനമുണ്ട്, അത് കുറവാണെങ്കിൽ വികസനമില്ല എന്നായിരുന്നല്ലോ മുമ്പ് തീരുമാനിച്ചത്. വേറെ ഫാക്ടേഴ്സിനൊന്നും അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരൊറ്റ ഒരു സിംഗിൾ ക്രൈറ്റീരിയ, ഒരൊറ്റ മാനദണ്ഡത്തിന്റെ മുകളിൽ വികസനം കണക്കാക്കുന്ന ആ ഒരു കാര്യം മാറ്റിവെച്ച് അതിൽ കൂടുതലായി, അതിൻ്റെ കൂടുതൽ എന്തും കൂടി ഈ താഴെ പറയുന്ന ഫാക്ടേഴ്സും കൂടി രാജ്യത്തിന്റെ വികസനം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സും കൂടി നമ്മൾ പരിശോധിക്കണം എന്ന് ആര് പറയുന്നു? ഈ ടൂൾ PQLI, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഈ പറയുന്ന ഫാക്ടേഴ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പരിശോധിക്കുന്നുണ്ട്. രാജ്യത്തിന് വികസനം ഉണ്ടായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഈ പറയുന്ന ഫാക്ടേഴ്സും കൂടി നമ്മൾ പരിശോധിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ ഫാക്ടേഴ്സ്? ലൈഫ് എക്സ്പെക്ടൻസി, ഒന്നാമത്തേത് ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ആയുർദൈർഘ്യം, പ്രതീക്ഷിത ആയുർദൈർഘ്യം എന്ന് പറയാം. ഒരാൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ള ഒരു കണക്ക്, ലൈഫ് എക്സ്പെക്ടൻസി. അതേപോലെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്. ഓക്കെ, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക്. ബേസിക് ലിറ്ററസി, അടിസ്ഥാന സാക്ഷരത. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഡെവലപ്മെന്റ് അസസ് ചെയ്യാൻ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. എവിടെ? ഈ പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ. ഓക്കെ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വ്യൂസ് ഡെവലപ്മെന്റ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, അതായത് നേരത്തെ പെർ ക്യാപിറ്റ ഇൻകം ചെയ്തതുപോലെയല്ല, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വികസനത്തെ, സാമ്പത്തിക വികസനത്തെ ഒരു വ്യത്യസ്ത ആംഗിളിലാണ്, ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലാണ് നോക്കിക്കാണുന്നത്. ഓക്കെ, ഒരു വ്യത്യസ്ത രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഉദാഹരണത്തിന് ഇൻക്രീസ് ഇൻ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, കുറവാണെങ്കിൽ ഡെവലപ്മെന്റ് ഇല്ല, ആ രൂപത്തിലാണ്. ബാക്കി ഘടകങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വ്യൂസ് ഡെവലപ്മെന്റ് ഇൻ എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് സാമ്പത്തിക വികസനത്തെ നോക്കിക്കാണുന്നത്. എക്സാമ്പിൾ പറയുന്നു, ഇൻക്രീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ലീഡ്സ് ടു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് എന്താ പറയുന്നത്? ഇൻക്രീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അതായത് നല്ല ആരോഗ്യ ചികിത്സ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് വർദ്ധിക്കുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മുടെ ആരോഗ്യ സംരക്ഷണം നല്ല മികച്ച രീതിയിൽ മുന്നേറുമ്പോൾ, നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്തിന് കാരണമാവും? ലീഡ്സ് ടു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അതായത് നല്ലൊരു ജീവിത നിലവാരം നമുക്ക് ഉണ്ടാവാൻ കാരണമാവും. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു നല്ല ജീവിത നിലവാരം ഉണ്ടാവുമ്പോൾ കൂടുതൽ എന്തുണ്ടാവും? സാമ്പത്തിക വികസനവും ഉണ്ടാവും. ഓക്കെ, അപ്പം നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റും അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതായത് പുതിയ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ അതെന്തിന് കാരണമാവും? നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കൂടാൻ കാരണമാവും. അതിലൂടെ നമ്മുടെ ജീവിത ഗുണനിലവാരവും എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും മെച്ചപ്പെടുന്നു. ഓക്കെ, സോ though the physical quality of life index is a better measure of economic development than the per capita income, the fact that it ignores per capita income is a major limitation. അതായത്
പെർ ക്യാപിറ്റ ഇൻകത്തെക്കാളും എന്തുകൊണ്ടും മികച്ച ഒരു മെഷറിംഗ് ടൂൾ ആണ് ഏത്? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ മെഷറിംഗ് ടൂൾ ആണ്. ഡെവലപ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള ഒരു നല്ല ടൂളാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അതേ സമയത്ത് അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? It ignores per capita income is a major limitation. It ignores per capita income. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അതിന് യാതൊരു ഇമ്പോർട്ടൻസും ആര് കൊടുക്കുന്നില്ല? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കൊടുക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ലിമിറ്റേഷനും. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഇറ്റ് ഇഗ്നോർസ് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, പ്രതിശീർഷ വരുമാനത്തെ ഇത് പാടെ അവഗണിക്കുന്നു. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് 1979 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും ഈ പറയുന്ന 3 ഫാക്ടേഴ്സ് ആണ് രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ, അസസ് ചെയ്യാൻ ഈ പറയുന്ന 3 ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ബേസിക് ലിറ്ററസി. അതേപോലെ ഡെവലപ്മെന്റിനെ ഒരു വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ്, ഒരു വ്യത്യസ്ത വ്യൂ പോയിന്റിലൂടെയാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് നോക്കിക്കാണുന്നത്. 2 ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഹെൽത്ത് കെയർ കൂടുമ്പോൾ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാവുന്നു, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതേപോലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് കൂടുമ്പോൾ ദാറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഒരു ലിമിറ്റേഷനും നമ്മൾ പറഞ്ഞു. അപ്പൊ 2 ടൂൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഏതൊക്കെയാണ് 2 ടൂൾസ്? പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഇനി അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു പേരാണ് HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചിക എന്ന് മലയാളത്തിൽ പറയാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ഹൗ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ UNDP പിന്നെ പറയാണ്. UNDP എന്ന് പറയുമ്പോൾ എന്താ? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉപവിഭാഗമാണ് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ UNDPയുടെ പിന്നെ ഒരു ഡെഫിനേഷൻ ആണ് ഡെഫിനേഷൻ ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്താന്ന് UNDP പറയാണ്. ഇവിടെ കാണാം, ഹ്യൂമൻ ഡെവലപ്മെന്റ്. Human development is the expansion process of opportunities that helps the people to improve their human resource. Human development is the expansion process of opportunities that helps the people to improve their human resource. എന്താ പറയുന്നത്? മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ്, അതാണ് മാനവ വിഭവം എന്ന് പറയും. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് മാനവ വികസനം. ഹ്യൂമൻ ഡെവലപ്മെന്റ് is the expansion process of opportunities that helps the people to improve their human resource. മാനവ വിഭവം, ഹ്യൂമൻ റിസോഴ്സിനെ മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പിന്നെ കുറച്ചുകൂടി വിശാലമാക്കുന്ന, വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറയുന്നത്. അതാണ് ഡെഫിനിഷൻ. ഇവിടെ കൊടുത്ത ഡെഫിനിഷന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. There are various factors that help in attaining human development. അതായത് മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് സാധ്യമാകുന്ന വിവിധ ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം. നമുക്കറിയുന്ന കാര്യം. നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ, വികസനം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം വേണം. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാവാന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ആൻസർ. സോ ദർ ആർ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ അറ്റൈനിങ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെന്റ് സാധ്യമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ താഴെ പറയുന്നുണ്ട്. നമ്മളിലെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പിന്നെ മെച്ചപ്പെടുത്തി ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ, മാനവ വികസനം സാധ്യമാവണമെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കിട്ടിയേ തീരൂ. എന്തൊക്കെയാ? ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യം നമുക്ക് വേണം. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നല്ല മെച്ചപ്പെട്ട മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം നമുക്ക് വേണം. ഇൻക്രീസ്ഡ് ട്രെയിനിങ്,
അതായത് കൂടുതൽ പരിശീലനങ്ങൾ നമുക്ക് വേണം. നമ്മൾ ഏത് കാര്യം, ഏത് മേഖലയെ പറ്റി പഠനം നടത്തിയാലും ആ മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, കുറെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഏത് ഫീൽഡാണെങ്കിലും നല്ല ട്രെയിനിങ്, നല്ല പരിശീലനം നമുക്ക് കിട്ടണം. ഈ പറയുന്ന 3 കാര്യങ്ങളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എന്തിന്? ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവ വികസനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന 3 കാര്യങ്ങളും. സോ there are various factors that help in attaining human development. ഏതൊക്കെയാണ്? ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇൻക്രീസ്ഡ് ട്രെയിനിങ്. ഇതൊക്കെ കിട്ടിയാൽ നമ്മളിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സാധ്യമാകും എന്നാണ് പറയുന്നത്. ഓൾ ദി അബോവ് മെൻഷൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഈ പറയുന്ന 3 കാര്യങ്ങളും എന്തിനെ സഹായിക്കുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. ദി അറ്റൈൻമെന്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായാൽ, മാനവ വികസനം ഉണ്ടായാൽ അത് എന്തിനെ സഹായിക്കും? ഹെൽപ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ എന്തുണ്ടാകും? സാമ്പത്തിക വികസനവും ഉണ്ടാവും. അപ്പൊ മാനവ വികസനം ഉണ്ടെങ്കിൽ സാമ്പത്തിക വികസനം ഉണ്ടാവും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഒരു ഘടകമാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിലോ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. നല്ല എഡ്യൂക്കേഷൻ, നല്ല ഹെൽത്ത് കെയർ, നല്ല ട്രെയിനിങ്, ഇതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായാൽ അത് എന്തിന് കാരണമാവും? ദാറ്റ് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനത്തിന് കാരണമാവും. ലെറ്റ്സ് സീ എ സിറ്റുവേഷൻ. ഒരു ഉദാഹരണം, അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം, ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്ത് കെയറും നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്തുണ്ടാവും? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അത് നമുക്ക് നമ്മൾ പറഞ്ഞത്, അത് ശരിയാണോ നമുക്ക് നോക്കാം. ഇപ്പോൾ ബെറ്റർ ഹെൽത്ത്, ബെറ്റർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഇപ്പൊ നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ റിസീവിങ് എഡ്യൂക്കേഷൻ. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നല്ല എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടാവുമ്പോൾ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ റിസീവിങ് എഡ്യൂക്കേഷൻ, അതായത് കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടും, അല്ലെ? വിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. അതെന്തിന് കാരണമാവും? ഇൻക്രീസ്. സോ ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ റിസീവിങ് എഡ്യൂക്കേഷൻ, അതായത് ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടും. അതെന്തിന് കാരണമാവും? ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. അപ്പൊ വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസം കിട്ടിയവർക്ക് നല്ല തൊഴിൽ സാധ്യത, നല്ല ജോലി സാധ്യതകൾ കിട്ടും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതെന്തിലേക്ക് നയിക്കും? ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പർച്ചേസിംഗ് പവർ. അങ്ങനെ നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ അവരുടെ വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ പർച്ചേസിംഗ് പവർ, സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കൂടും. അതെന്തിന് കാരണമാവും? ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല ജീവിത സാഹചര്യം ഉണ്ടാവാൻ, ഒരു നല്ല ജീവിതം നയിക്കാൻ അത് കാരണമാവും. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തപ്പോൾ അതിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മുകളിലും പറഞ്ഞത്. ഈ പറയുന്ന ഫാക്ടേഴ്സ്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ഹെൽത്ത് കെയർ, നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയാൽ ദാറ്റ് ലീഡ്സ് ടു ഓർ കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്, അല്ലെ? മാനവ വികസനത്തിന് കാരണമാവും. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്തിന് കാരണമാവും? ഹെൽപ്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനത്തിന് കാരണമാവും. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ കാണാതെ പഠിക്കേണ്ട, നമ്മുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും. സോ ബെറ്റർ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ റിസീവിംഗ് എഡ്യൂക്കേഷൻ, and that leads to increase in employment opportunities to educated people, and that leads to increase in income and purchasing power, and finally leads to better standard of living. ഒരു മികച്ച നല്ല ജീവിത നിലവാരം ഉണ്ടാവാൻ ഇത് നമ്മളെ സഹായിക്കും. അതേപോലെ അത് എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ ഒരു എക്സാമ്പിൾ നമ്മളോട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. കംപ്ലീറ്റ് ദി ഫോളോവിങ് ഫ്ലോ ചാർട്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഹോസ്പിറ്റൽസ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ഇവിടെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ പറയാം, നമ്മളിവിടെ എഴുതാൻ ആവശ്യപ്പെട്ടത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഹോസ്പിറ്റൽസ്, അതായത് പിന്നെ പുതിയ ആശുപത്രികൾ നിലവിൽ വരുമ്പോൾ, ഓക്കെ, പുതിയ ആശുപത്രികൾ, പിന്നെ അങ്ങനെയുള്ള ആശുപത്രികൾ, പിന്നെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ പുതുതായിട്ട് സ്ഥാപിക്കുമ്പോൾ അതിലൂടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് പോയിന്റുകളാക്കി എഴുതി കൊടുക്കാം. പക്ഷെ ഇവിടെ ആകെ ഒരു 2-3 കോളേ പറയുന്നുള്ളൂ, 3 ലൈനേ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചുരുക്കി എഴുതാൻ നമുക്ക് എന്തൊക്കെ എഴുതാം അവിടെ? പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഹോസ്പിറ്റൽസ്, അല്ലെ? ഒന്നാമത്തെ പോയിന്റ് ആണ്. അതായത് പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുന്നു. അപ്പൊ പുതിയ ആശുപത്രികൾ വരുമ്പോൾ അവിടെ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ഫെസിലിറ്റി എന്താ? മോർ പീപ്പിൾ ഗെറ്റ് ട്രീറ്റ്മെന്റ്, അല്ലെ? മോർ പീപ്പിൾ ഗെറ്റ് ട്രീറ്റ്മെന്റ്. മോർ പീപ്പിൾ
get treatment. കൂടുതൽ ആളുകൾക്ക് നല്ല ചികിത്സ, നല്ല ഹെൽത്ത് കെയർ, ഞാൻ ചുരുക്കി എഴുതാണ്, കിട്ടിപ്പോവാം. മോർ പീപ്പിൾ ഗെറ്റ് ട്രീറ്റ്മെന്റ്, ഹെൽത്ത് കെയർ എക്സെട്ര, നല്ല ആരോഗ്യ സംരക്ഷണം, നല്ല ചികിത്സ ഒക്കെ കൂടുതൽ ആളുകൾക്ക് കിട്ടും. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് നല്ല ചികിത്സയും നല്ല ആരോഗ്യ സംരക്ഷണമൊക്കെ കിട്ടുമ്പോൾ അതെന്തിന് കാരണമാവും? ഇൻക്രീസ് ഇൻ മാൻ പവർ. ഓക്കെ, ഇൻക്രീസ് ഇൻ മാൻ പവർ. ഓക്കെ, ഇൻക്രീസ് ഇൻ മാൻ പവർ, നമ്മുടെ അധ്വാന ശേഷി വികസിക്കാൻ കാരണമാവും. നല്ല ഹെൽത്ത് കെയർ കിട്ടുമ്പോൾ നമ്മുടെ മാൻ പവർ വർദ്ധിക്കാൻ കാരണമാവും, നമ്മുടെ അധ്വാന ശേഷി വികസിക്കാൻ കാരണമാവും. നമ്മുടെ മാൻ പവർ കൂടുമ്പോൾ അതെന്തിന് കാരണമാവും? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, ഉൽപാദനം വർദ്ധിക്കാൻ കാരണമാവും. ഓക്കെ, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അങ്ങനെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതെന്തിന് കാരണമാവും? നമുക്ക് വീണ്ടും എഴുതി പോവാം, അരമാർക്ക് ഇട്ട് പോവാം. പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതെന്തിന് കാരണമാവും? ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ ഇൻകം കൂടാൻ കാരണമാവും. ഇൻകം കൂടുമ്പോൾ എന്തിന് കാരണമാവും? അത് അടുത്ത വലതുഭാഗത്ത് എഴുതാണ്. ഇൻകം കൂടുമ്പോൾ അതെന്തിന് കാരണമാവും? ഇൻകം കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അഥവാ നമ്മുടെ ജീവിത നിലവാരം വർദ്ധിക്കാൻ കാരണമാവും. നേരത്തെ പറഞ്ഞതുപോലെ അത് ഫൈനലി എന്തിന് കാരണം? അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്താം. പിന്നെ എഴുതി പോകേണ്ട ആവശ്യമില്ല. എഴുതുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി കൊടുക്കാം, അതായത് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നൊരു പോയിന്റ് കൂടി കൊടുക്കാം. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ഹോസ്പിറ്റൽസ്, പുതിയ ആശുപത്രികൾ വരുമ്പോൾ മോർ പീപ്പിൾ ഗെറ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ. സോ ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ മാൻ പവർ, ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, leads to increase in income, then standard of living, increase in standard of living, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. അപ്പോൾ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കാരണമാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് 3 മെയിൻ കോമ്പോണൻസ്. പ്രധാനമായിട്ടും ഈ പറയുന്ന 3 എലമെന്റ്സിന്റെ, ഈ പറയുന്ന 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏതൊക്കെയാ 3 ഘടകങ്ങൾ? ഇൻഡെക്സ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് 3 മെയിൻ കോമ്പോണൻസ്. ആ 3 കമ്പോണന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ പരിഗണിക്കുന്ന 3 കമ്പോണൻസ് ആണ്. ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം, മറ്റൊന്ന് ലിറ്ററസി ആൻഡ് ഗ്രോസ് സ്കൂൾ എൻറോൾമെന്റ് റേറ്റ്, അതായത് സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക്, അതേപോലെ ലൈഫ് എക്സ്പെക്ടൻസി, ഓക്കെ, ആയുർദൈർഘ്യം. ഈ പറയുന്ന 3 കമ്പോണൻസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിഗണിക്കുന്നത്. ദി വാല്യൂ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അതായത് പിന്നെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം നമ്മളൊരു രാജ്യത്തിന്റെ മൂല്യം, ഡെവലപ്മെന്റ് കണക്കാക്കുന്നത് 0-നും 1-നും ഇടയിലായിട്ടാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ റാങ്ക് നമ്മൾ കൊടുക്കുക 0-ന്റെയും 1-ന്റെയും ഇടയിലാണ്. 0-ന്റെയും 1-ന്റെയും ഇടയിൽ ഒരുപാട് സംഖ്യകളുണ്ട്, നമുക്കറിയാം അല്ലേ? പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ കുറെ സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് മുകളിലാണോ താഴെയാണോ എന്നൊക്കെ നമ്മൾ നോക്കുക. എന്തായാലും ഏറ്റവും താഴെ 0, ഏറ്റവും മുകളിൽ 1 എന്ന റാങ്കിലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മളിവിടെ താഴെ പറയുമ്പോൾ മനസ്സിലാവും. വൈൽ 0 ഇൻഡിക്കേറ്റിംഗ് ദി വാല്യൂ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1, വൈൽ 0 ഇൻഡിക്കേറ്റ്സ് ലീസ്റ്റ് ഡെവലപ്മെന്റ്, 0 ആണെങ്കിൽ ഒട്ടും വികസനമില്ല എന്നതിന്റെ അർത്ഥം. ഓക്കെ, 1 ഒന്നാണെങ്കിലോ ഡെപിക്ട്സ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. 1 ആണ് ഒരു രാജ്യത്തിന്റെ HDI റാങ്ക് എങ്കിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്ക് എങ്കിൽ, എന്നർത്ഥം ഹൈ ഡെവലപ്മെന്റ് ആണ്, ഹയസ്റ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്, അതായത് ഏറ്റവും ഉയർന്ന വികസനത്തെയാണ് ഇത് കാണിക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ദി വാല്യൂസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, കൺട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ വാല്യൂസിന്റെ ബേസിൽ രാജ്യങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദി ടേബിൾ ബിലോ. അതായത് ആ 3 കാറ്റഗറികൾ, ഇവിടെ 4 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹൈ ഹ്യൂമൻ, അതായത് നിങ്ങൾ കാണാൻ പറ്റുക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് വാല്യൂസ് ഇൻഡെക്സ് വാല്യൂസ് അല്ലെ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂസ് ആൻഡ് ഇൻഡെക്സ്, 2 പ്രാവശ്യം ഇൻഡെക്സ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ബോക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഏറ്റവും താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.550 and below. Okay, 0.550 and below ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒരു രാജ്യത്തിന് കിട്ടിയ റാങ്ക് ഈ രൂപത്തിലാണെങ്കിൽ, അതിന് താഴെയാണെങ്കിൽ
എന്താ ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ 0.550 to 0.699 ഈ റാങ്കിന്റെ ഇടയിലുള്ള രാജ്യമാണെങ്കിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ 0.7 to 0.799 അതിൻ്റെ ഇടയിലുള്ള രാജ്യങ്ങളാണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ 0.8 to 1 ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ്, ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നിങ്ങനെ നമുക്ക് 3 കാറ്റഗറി ആക്കിയിട്ട് ഈ HDI ഇൻഡെക്സ് പ്രകാരം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം രാജ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 3 കാറ്റഗറി ആക്കി തിരിക്കാം. അപ്പൊ അതിന്റെ റാങ്ക് എങ്ങനെയാ, 0ന്റെയും 1ന്റെയും ഇടയിലായിട്ടാണ് റാങ്ക് ഉള്ളത്. ആ ഓരോ റാങ്കും ഇവിടെ പറയുന്നു 0.550 ആൻഡ് ബിലോ ആണെങ്കിൽ അത് ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. 0.550 to 0.699 വരെയാണെങ്കിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അതിന് മുകളിലോട്ട് അതിന് മുകളിലോട്ട് 0.7 മുതൽ 1 വരെ എന്താണ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, it is the United Nations Development Program that prepares and publishes the Human Development Index by classifying the countries on the basis of these values. നമ്മൾ നേരത്തെ പറഞ്ഞ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഈ UNDP ആണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ലോകരാജ്യങ്ങളെ ഇത്തരത്തിൽ തരംതിരിച്ച് പട്ടികയാക്കി പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം ലോകരാജ്യങ്ങളെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ പട്ടിക തിരിച്ച് ആ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നക്കാരാണ് UNDP ആണ്. ആൻഡ് എവറി ഇയർ സിൻസ് 1990 മുതൽ തുടർന്നിങ്ങോട്ടുള്ള ഓരോ വർഷവും ദി UNDP പബ്ലിഷസ് ദി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. UNDP എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് പ്രകാരം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂസ് ഓഫ് സം ഓഫ് ദി കൺട്രീസ് ഇൻ 2014 ആർ ആസ് ഫോളോസ്. ലിസ്റ്റ് ദം അണ്ടർ ദി 3 കാറ്റഗറീസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പോൾ അത് പ്രകാരം 2014 UNDP പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ഇന്ത്യ വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ചിലതൊക്കെ വരുന്നുണ്ട്, ബംഗ്ലാദേശ് ഒക്കെ വരുന്നുണ്ട്, ശ്രീലങ്ക വരുന്നുണ്ട്, അതേപോലെ വേറെ രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മുകളിൽ പറഞ്ഞ ഒരു 3 കാറ്റഗറി ഉണ്ടല്ലോ, ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്, അത് നോക്കിയിട്ട് ഓക്കെ അതിൽ ഏത് കാറ്റഗറിയിലാണ് ഓരോ രാജ്യവും വരുന്നത് എന്ന് നമ്മോട് കണ്ടെത്താൻ വേണ്ടി പറയാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി പറയുമ്പോൾ അത് കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ഇന്ത്യനെ മാത്രം നമുക്ക് നോക്കാം തൽക്കാലം. ഒരു ഉദാഹരണം എന്ന രൂപത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, 0.624 ആണ്. 0.624 ആണ്. അപ്പൊ ഏതിൽ വരും? 0.624 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, 0.550 to 0.699 വരെയാണ്. നമ്മളിത് എത്രയാ, 0.624 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റിലാണ് ഏത് വരുന്നത്, നമ്മുടെ ഇന്ത്യ വരുന്നത്. ഓക്കെ, അതേപോലെ ഓരോ രാജ്യവും ഏത് കാറ്റഗറിയിൽ വരുമെന്ന് നമ്മോട് കണ്ടെത്താൻ വേണ്ടി പറയാണ്. അത് കുട്ടികൾ കണ്ടെത്തി ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ the Human Poverty Index was developed by United Nations Organization complementary to the Human Development Index. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയൊരു പോയിന്റ് ആണ്. അതായത് ഈ മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിന് പൂരകമായി തന്നെ കോംപ്ലിമെന്ററി ആയി തന്നെ ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, എന്താണ് മാനവ ദാരിദ്ര്യ സൂചിക? നമ്മൾ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് കോംപ്ലിമെന്ററി ആയിട്ട് UNO വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇറ്റ്സ് ഫസ്റ്റ് റിപ്പോർട്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ 1997. 1997 ഇതിന്റെ ആദ്യത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് on the basis of 3 components. പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്. അത് പ്രകാരം നമ്മൾ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് ഈ പറയുന്ന 3 എലമെന്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഏതൊക്കെയാ? They are longevity, knowledge and a decent standard of living. അതായത് ലോഞ്ചിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയാ, നല്ല ദീർഘമുള്ള സുദീർഘമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം. ഓക്കെ, നല്ല ഒരുപാട് കാലം നിലനിൽക്കുന്ന നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ലോഞ്ചിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നോളജ്, അറിവ്, അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. ഓക്കെ, നല്ലൊരു ജീവിത നിലവാരം. ഇങ്ങനെയുള്ള 3 എലമെന്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? മാനവ ദാരിദ്ര്യ സൂചിക, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ചെറിയൊരു ഈ ഒരു ഭാഗം മാത്രമേ ഇതിനെ പറ്റി പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. സോ UNO
ഐക്യരാഷ്ട്ര സംഘടന തന്നെ തയ്യാറാക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സൂചികയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. എങ്ങനെ? കോംപ്ലിമെന്ററി ടു ദി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മാനവ വികസന സൂചികയ്ക്ക് ഒരു പൂരകമായിട്ട്, അതിനൊരു കോംപ്ലിമെന്ററി ആയിട്ട് UNO തന്നെ തയ്യാറാക്കിയതാണ് ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത്. 1997 ആദ്യത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 3 എലമെന്റ്സിന്റെ 3 കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലോഞ്ചിവിറ്റി, നോളജ് ആൻഡ് എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി ഒരു ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സോട് കൂടി ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.